അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം കാണാൻ പറ്റും. ഞാനത് സബ് ടൈറ്റിൽ വെച്ച് കൊടുക്കും. ഞാനത് ഇവിടെ എൻ്റെ ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് സംസാരിക്കുന്നതാണ്. അതായത് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച്. ഹലോ ഗൈസ്, ഡെലുലു ടൈപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രെയിനർ ഹൗസ് ബിൽഡിങ്, അതായത് ജിം ട്രെയിനർ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ ജിം ട്രെയിനറായിട്ടൊരു ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ദിവസത്തെ ഒരു ജിം ട്രെയിനിങ് എങ്ങനെയായിരിക്കും, അതുപോലെ നമ്മൾ ഇവിടെ ഒരു ജിമ്മിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ജിം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നോട് ഇതിനു മുമ്പ് ഒരുപാട് ഫ്രണ്ട്സ് ഇതുപോലെ ജർമ്മനിയിൽ ഫിറ്റ്നസ്, അതായത് ട്രെയിനറായിട്ട് ഹൗസ് ബിൽഡിങ് അങ്ങനെ തുടങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറ്റിയാൽ ഇതിൽ എൻ്റെ വർക്ക് ചെയ്യുന്ന, അതല്ല ഞാൻ പോകുന്ന ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. അപ്പോൾ അത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ് ഇപ്പോൾ നിലവിൽ കൂടുതലായിട്ട് കുട്ടികൾ വരുന്നത് നേഴ്സിംഗാണ്. എല്ലാവർക്കും അറിയാം. ഞാനും നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് വേറെ ഹൗസ് ബിൽഡിങ് ഉണ്ട്, അവൈലബിളാണ്. പക്ഷെ അതിനെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്ലൈ ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്താൽ തന്നെ അവർ കൺസിഡർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി ജിമ്മിലേക്ക് ഉള്ള വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ജർമ്മനിയിൽ ഒരുപാട് ഫിറ്റ്നസ് സ്റ്റുഡിയോസുകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലെവർ ഫിറ്റ്, മാക് ഫിറ്റ്, ബെനഫിറ്റ്, ബേസിക് ഫിറ്റ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ റീജിയണിലുള്ളത് 3 ഫിറ്റ്നസ് സ്റ്റുഡിയോസാണ്. ഒന്ന് മാക് ഫിറ്റ്, അതുപോലെ ബെനഫിറ്റ്, പിന്നെ ബേസിക് ഫിറ്റ്. അപ്പോൾ ഇതിൽ ഏത് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളെവിടെയാണ് താമസിക്കുന്നത്, അതുപോലെ ജിമ്മുകളുടെ അവൈലബിലിറ്റി ഏതാണ് നമ്മളുടെ അടുത്തുള്ളത് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും പറയുകയാണെങ്കിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ് സ്റ്റുഡിയോസ് ചെയിൻസ് എന്ന് പറയുന്നത് മാക് ഫിറ്റും ക്ലെവർ ഫിറ്റൊക്കെ. അപ്പോൾ നിങ്ങളൊരു ജിമ്മ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ടെന്ന് പറയുന്നത് ആ ജിമ്മ് 24/7 അവൈലബിൾ ആണോ എന്ന് നോക്കുക. കാരണം നമ്മൾ വർക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ അതായിരിക്കും സൗകര്യം. പിന്നെ അതുപോലെ അവരുടെ മെമ്പർ കാർഡ്, മിറ്റ്ക്ലീഡ് കാർട്ട് എന്ന് പറയും, അത് വെച്ചിട്ട് നമുക്ക് ജർമ്മനിയിൽ എവിടെ പോയാലും ട്രെയിൻ ചെയ്യാൻ അലൗഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ എക്സ്ട്രാ ഫീസ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി RS ഗബ്യൂർ എന്ന് പറയും, അത് എത്രയാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ അന്വേഷിക്കണം. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്, അങ്ങനെ പലതും എക്സ്ട്രാസ് ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രാസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ നമ്മൾ ചോദിച്ച് ക്ലിയർ ചെയ്യണം. എന്നിട്ട് മാത്രമേ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പാടുള്ളൂ. വൺസ് നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പയർ ആകുന്നവരെയും നമ്മളത് പേ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇവിടെ ക്യൂണ്ടിഗിങ്സ് ഫ്രിസ്റ്റ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ മിനിമം 2-3 months അല്ലെങ്കിൽ 6 months വരെ നമ്മൾ അതിന് മുമ്പ് നമ്മളവരെ ഇൻഫോം ചെയ്യണം. ചിലതിന് ക്യൂണ്ടിഗിങ്സ് ഫ്രിസ്റ്റ് ഉണ്ടാവില്ല, കോൺട്രാക്റ്റ് തീരുമ്പോഴേ കോൺട്രാക്റ്റ് തീരുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഈ കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. കോൺട്രാക്റ്റ് സൈൻ ചെയ്യണേക്ക് മുമ്പ് ആ കോൺട്രാക്റ്റ് മുഴുവൻ വായിച്ച് നോക്കണം. അല്ലെങ്കിൽ ആരുമായിട്ടാണോ ബന്ധപ്പെടാൻ അവരായിട്ട് കറക്റ്റ് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇപ്പോൾ വൺസ് നമ്മൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു കാർഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു ആംബാൻഡ് വാച്ച് പോലത്തെ ഒരു സംഭവം കിട്ടും. അത് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ജിമ്മിലേക്ക് വരുമ്പോൾ സ്കാൻ ചെയ്തിട്ട് വേണം അവിടെ അത് എൻട്രി ചെയ്യാനായിട്ട്, അതായത് നമ്മൾ ജിമ്മിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മറന്ന് വെച്ചിട്ട് വീട്ടിൽ വരരുത്. മറന്ന് വെച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 1 to 2 times വരെ നിങ്ങൾ അലോ ചെയ്യും കയറാനായിട്ട്. പിന്നെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഫീസ് എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടി വരും.
അതുപോലെ തന്നെ ഈ കാർഡ് അല്ലെങ്കിൽ ഈ വാച്ച് നമ്മൾ ഫ്രണ്ട്സിന് ആർക്കും കൊടുക്കാൻ പാടില്ല. അതായത് അവരത് വെച്ചിട്ട് നമുക്ക് പകരം ജിമ്മിൽ പോവുകയാണെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ ബാൻ ചെയ്യാൻ വരെ അത് റീസൺ ആവും അവിടെ. ഇങ്ങനെ ചെയ്തിട്ട് 1-2 പേർക്ക് പണി കിട്ടിയതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ആ നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ പോകുന്ന ജിമ്മ്. അത് ബെനഫിറ്റാണ്. ഇപ്പോൾ ഞാൻ ബെനഫിറ്റ് ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ വീടിനടുത്ത് ഏറ്റവും അടുത്തുള്ളത് ബെനഫിറ്റാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിറ്റ്നസ് സ്റ്റുഡിയോകളെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കംഫോർട്ട് നോക്കിയിട്ട് എടുത്തത് ബെനഫിറ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ജിമ്മിലോട്ട് കയറിയിട്ടുള്ള വിശേഷങ്ങളാണ്. ഇതാണ് ജിമ്മിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഇത് അത്യാവശ്യം വലിയൊരു ജിമ്മാണ് കേട്ടോ ഇവിടെ ഉള്ളതിൽ. ഒരു ടൈമിൽ തന്നെ ഒരു 100-500 പേരിൽ കൂടുതലൊക്കെ ഒറ്റ ഒരു ടൈമിൽ ട്രെയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാക്റ്റ് കൗണ്ട് എനിക്കറിയില്ല, എന്നാലും ഏകദേശം കാണുമ്പോൾ നമുക്കത്രയും തോന്നും. ഒരുപാട് ആൾക്കാരുള്ള പോലെ തോന്നും. തോന്നുന്നല്ല, ഒരുപാട് ആൾക്കാർ ട്രെയിൻ ചെയ്യാൻ പറ്റും. അത്രയും വലുതാണിത്. ഞാൻ കാണിച്ചു തരാം. മാക്സിമം ഉള്ളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ എടുക്കാം. അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ പെർഫ്യൂ നോൺസ് ഷോയറോ അത് മാസം 19 യൂറോ ആവും. അപ്പോൾ ഈ 19 യൂറോ എന്ന് പറയുന്നത് ബേസിക് ഫീസാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗെറ്റ് അതായത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്തിട്ട് നമ്മൾ തന്നെ വെള്ളം കൊണ്ടുവന്നാൽ മതി. പക്ഷേ അതെപ്പോഴും നടന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളവും കൂടെ ഉള്ളത് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു 24-25 യൂറോ വെച്ച് വരും മന്ത്ലി. പിന്നെ ഇവിടെ തന്നെ എക്സ്ട്രാ കോഴ്സുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് ഒരു ഫിറ്റ്നസ് ട്രെയിനർ വെക്കാം എല്ലായിടത്തും പോലെ തന്നെ. അപ്പം അതിനൊക്കെ എക്സ്ട്രാ ഫീസുകൾ വരും. അത് ഓരോ ജിമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ പറഞ്ഞ 19 യൂറോ ബേസിക് ഫീസിൽ സൗന ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇനി ജിമ്മിലേക്ക് കയറാം. ജിമ്മിൻ്റെ അകത്ത് എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ജിമ്മിൽ കയറിയിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ജിം കാർഡ് ബെനഫിറ്റ്. ഇതും എൻ്റെ ഒരു ഫിംഗറും വേണം. രണ്ടും നമ്മൾ സ്കാൻ ചെയ്താലേ ഇതിനകത്തേക്ക് എൻട്രി കിട്ടുള്ളൂ വൺസ്. ഓക്കെ, ഇത് സ്കാൻ ചെയ്യണം, ഫിംഗറും കാർഡ്. ഞാൻ സ്കാൻ ചെയ്ത് അകത്തേക്ക് വന്ന് ഇവിടെ നമുക്ക് അധികം വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം പ്രൈവസി സ്പേസ് ആണിത്. അപ്പോൾ വീഡിയോ എന്തോരം എടുക്കാമെന്ന് അറിയില്ല, ഞാൻ ശ്രമിക്കാം മാക്സിമം. അപ്പോൾ ഗൈസ്, മെയിനായിട്ട് നമുക്കിവിടെ ട്രെയിനിങ്ങിന് വരുമ്പോൾ വേണ്ടത് ഒരു ട്രെയിനിങ് ഷൂ, പിന്നെ ഒരു ടർക്കി, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ. ഇത് 3 മസ്റ്റാണ്. അപ്പോൾ എന്തായാലും അത് വേണം. പിന്നെ നമ്മുടെ ജിം കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാട്ടറും അതുപോലെ ഏതോ ഡ്രിങ്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ പാക്കേജിൽ വരുന്ന ഇൻക്ലൂസീവാണ് ഇതെല്ലാം. അപ്പോൾ ഗൈസ്, ഞാൻ ജിമ്മിനകത്തെത്തി, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷൂവിൻ്റെയും അങ്ങനെയുള്ള കാർഡിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് ലെഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ വലിയ ജിമ്മനൊന്നുമല്ല, അങ്ങനെ ജസ്റ്റ് ട്രെയിനിങ് ചെയ്യണമെന്നുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തുടക്കക്കാരനാണ്, അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാം, മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ട്രെയിനിങ് തുടങ്ങുകയാണ്, വാമപ്പ് ചെയ്ത്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ എൻ്റെ ലെഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹാക്ക് സ്ക്വാട്ട് എന്ന് പറഞ്ഞ എക്സസൈസിൽ തുടങ്ങി. പിന്നെ പയ്യെ ഓരോന്ന് ഞാൻ ചെയ്യുമ്പോഴും വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാണാം. അപ്പോൾ മെയിനായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം ഇവിടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ഷൂട്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം, അവരുടെ പ്രൈവസി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനൊരു ലിമിറ്റേഷനുള്ള കാരണമാണ്. അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ എടുക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ട് കിതയ്ക്കുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ വേറെ ആരുടെയെങ്കിലും ഫേസ് അതിൽ വരികയാണ്, ഇപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് കംപ്ലൈൻറ്റ് ചെയ്താൽ നമ്മൾക്ക് ഫൈൻ വരെ അടക്കേണ്ട വരും. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ജർമ്മനിയിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് നമ്മളെപ്പോഴും
പബ്ലിക് പ്ലേസിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ജിമ്മിൽ മാത്രമല്ല പുറത്തായാലും ഇപ്പോഴും അടുത്തൊരാളുണ്ടെങ്കിൽ അവരോട് അനുവാദം ചോദിക്കുക വീഡിയോ എടുത്തോട്ടെ എന്നുള്ളത്. അവരതിൽ വരും എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഹാക്ക് സ്കോട്ട് തുടങ്ങി ഇതൊരു 3 സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും. അപ്പം ഞാൻ അടുത്ത എക്സസൈസിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ്, ഡംബിൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഞാൻ മാക്സിമം വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ക്യാമറയൊക്കെ പറ്റുന്ന ആംഗിളിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ വേറെ ആൾക്കാരെ അധികം കിട്ടാണ്ട് നോക്കിയിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ജിമ്മിൻ്റെ ഉള്ളിലെ ഒരു ജസ്റ്റ് ഒരു വ്യൂ കാണിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ അതെ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത എക്സസൈസ് ചെയ്യാം. അപ്പം ഞാൻ റൊമേനിയൻ സ്പ്ലിറ്റ് സ്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങനെ അടുത്ത എക്സസൈസിലേക്ക് വന്ന് ഓരോ എക്സസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ലെഗുകൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ക്യാമറ ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ആൾക്കാരതിൽ വരുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറയുന്നത് എനിക്കറിയില്ല. എന്തോ ഭാഗത്തിന് അവർ കണ്ടില്ല. അപ്പം എൻ്റെ ലാസ്റ്റ് എക്സസൈസാണ് സീറ്റഡ് കാഫ് റൈസ്. ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇന്നത്തെ വർക്കൗട്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങും. അപ്പം ജിമ്മ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ബാറുകൾ ഇവിടെ നിന്ന് തന്നെ എടുത്ത് കഴിക്കാം. നമ്മുടെ ജിം കാർഡ് തന്നെ വെച്ച് പേ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് മന്ത്ലി അവർ പിടിച്ചോളും. നിങ്ങൾക്ക് ഏതൊരു ഹൗസ് ബിൽഡിങ്ങിനാണെങ്കിലും നാട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ അത് അവർ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് B2 ലെവൽ ജർമ്മനെങ്കിലും വേണം. അത് മസ്റ്റാണ്. അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അവർ കൺസിഡർ ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ഫ്ലാറ്റ്സിന് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കുക യൂറോപ്യൻ യൂണിയനിലുള്ള സ്റ്റുഡൻസിന് തന്നെ ആയിരിക്കും. സ്റ്റുഡൻസ് എന്നല്ല, ഏതൊരു വ്യക്തിയാണോ അപ്ലൈ ചെയ്യുന്നത് അവർ അങ്ങനെ ആയിരിക്കും സോർട്ട് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ അവർക്കായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടേ വേറൊരു കൺട്രിയിലേക്കുള്ള ആൾക്ക് അവർ പ്ലേസ് അലോക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ലിങ്ക് ഷെയർ ചെയ്യാം. അതായത് ഇവിടെ ട്രെയിനറായിട്ട് നിങ്ങൾക്ക് ഒരു ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ സൈറ്റിലാണ്, അതായത് ഏതൊക്കെ ഫിറ്റ്നസ് സ്റ്റുഡിയോസിൽ അവർ പ്ലേസസ് കൊടുക്കുന്നുണ്ട്, അവരുടെയൊക്കെ ഞാൻ ലിങ്ക് ചെയ്യാൻ താഴത്ത് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അതൊന്നും എല്ലാവരും ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്നവരിൽ ആരെങ്കിലും ജർമ്മനിയിൽ ട്രെയിനറായിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്പർ പോലെ ലിങ്കുകൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഹോപ്പ് കൈവിടാണ്ടിരിക്കുക, അപ്ലൈ ചെയ്യുക. ഏജൻറ്റ് വഴി ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളൊരിക്കലും പ്രതീക്ഷയോടെ കൈവിടാണ്ടിരുന്നാൽ മതി. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇമെയിലുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുക, Applications അയച്ചുകൊണ്ടേ ഇരിക്കുക. Ich habe eine Frage. Es geht um die Ausbildungsplatz hier. Sie will einen Ausbildungsplatz zum Trainer hier. Genau, richtig. Ja. Also, die Frage wäre, es gibt einige Freunde von mir, ich komme auch ursprünglich aus Indien, die möchten hier in Deutschland eine Ausbildung zum Trainer machen, aber nehmen Sie die Bewerbungen von Indien an oder? Also können Sie denn also Deutsch sprechen? Oder? Ja, Sie haben B2 Deutsch? Ja, also mussten... Also B2 nicht, wie meine ich? Genau, also entscheiden wir nicht, das entscheidet die Verwaltung, also ganz oben. Okay. E-Mail schreiben. Also ich habe schon in eurer Internetseite habe ich schon geguckt, da gibt es verschiedene Ausbildungsplätze. Ja, genau, da kann man dann einmal Bewerbung schicken per E-Mail und dann melden die sich bei euch. Ja. Okay. Also kann man auf jeden Fall versuchen und die melden sich dann zurück. Okay, alles gut. Genau. Dankeschön. Okay.